ഇന്ന് കുറച്ച് ചാള മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ചാളയാണ്, മത്തിയല്ല. ചാളയും മത്തിയും രണ്ടും രണ്ടാണേ. ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരുടെ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ ചില ആളുകൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിന് മത്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചാള എന്നാണ് പറയുന്നത്. നല്ല ചാള. മത്തിയും ചാളയും രണ്ടും രണ്ടാണ്. കാരണം മത്തിയിൽ നെയ്യുണ്ട്. നെയ്യുള്ള മീൻ കഴിക്കാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട്. ഈ മുറിവൊക്കെ ഉള്ള ആൾക്കാർക്ക് നെയ്യുള്ള മീനുകൾ കഴിച്ചുകൂടാ. കാരണം അത് മുറിവ് ഇൻഫെക്ഷൻ ആവാൻ, പഴുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വാള, മത്തി, നെയ്മത്തി ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഇത് കഴിക്കാം. ഈ ചാള മീൻ കഴിക്കാൻ പറ്റും അവർക്ക്. ഇത് നല്ല ചാളയാണ്, നെയ്യില്ലാത്ത ചാളയാണ്. തീരെ കുഞ്ഞൻ ചാളയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കറി വയ്ക്കാം. ഞാനിന്ന് കറി വയ്ക്കുന്നത് സ്ഥിരം വയ്ക്കുന്ന രീതിയിലല്ല. ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ കണ്ടതുപോലെ വയ്ക്കാൻ നോക്കുകയാണേ. എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം മസാല ഇടണം. മസാല ഇട്ടൊന്ന് മൂപ്പിക്കണം. മസാല ഇടുന്ന മുമ്പ് അടുപ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് മസാല ഇട്ടിട്ട് ഫ്ലെയിം കത്തിച്ചാൽ മതിയാവും. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മീൻ വയ്ക്കുന്ന പാത്രത്തിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും ഇടണം. ഇത് മൂന്നും ഇട്ടിട്ട് അത് നമ്മുടെ എരിവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഈ മീനിന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂപ്പിക്കണമെന്ന് പറയുന്നത് തീ കുറച്ച് വെച്ച് തന്നെയാണ് ഞാൻ മൂപ്പിക്കുന്നത്. നല്ല ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കണം. അല്ലെങ്കിൽ ഈ മീനിലൊക്കെ ഒരു പച്ച ചുവയ്ക്കും. എത്ര വെന്താലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചാലും ഈ പച്ച ചുവ മാറില്ല. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചിപ്പിയുടെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് 1-2 പേര് സംശയം ചോദിച്ചു, ഈ ചിപ്പി അങ്ങനെ പച്ചയോടെ കഴിക്കാമോ, വേവിച്ച ചിപ്പി അങ്ങനെ കഴിക്കാമോ, അതിന് മസാലയൊന്നും ഇടണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നും വേണ്ട. വേവിച്ച ചിപ്പി നമുക്ക് വേറെ മസാലയൊന്നും ഇടാതെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ചിപ്പി ഫ്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും വേവിച്ചതിന് ശേഷം മാത്രം ചിപ്പി ചെയ്യാം. അപ്പോൾ എടുത്ത് ഈ മീൻ കറിയിലേക്ക് ഇത് മസാല മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് കുറുകിയ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഞാൻ കണ്ട വീഡിയോയിൽ അവർക്ക് കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. എനിക്കിപ്പോൾ കുറച്ചുകൂടി മീൻ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം. ഇതിൽ വേറെ തേങ്ങ അരയ്ക്കുന്നൊന്നുമില്ല, വെറും തേങ്ങാപ്പാൽ മാത്രമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണേ തേങ്ങ. അതിനുശേഷം പുളി ഒഴിക്കണം. ഇതിൽ ഞാൻ വാളംപുളിയുടെ ചാറാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളിയാണ് ഇഷ്ടമെങ്കിൽ കുടംപുളി ഒഴിക്കാം. പക്ഷേ എനിക്ക് കുടംപുളിയോട് അത്ര താല്പര്യമില്ല കേട്ടോ. കുടംപുളി കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നമുക്ക് മീൻകറി സാധാരണ ഈ വാളംപുളി ഒഴിച്ച് മീൻകറി കഴിച്ചിട്ടേ നമുക്ക് കുടംപുളി കഴിക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ പുളി ഒഴിച്ചു, എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തു. ഇതിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഗ്രീഡിയൻസൊക്കെ. അതിനുശേഷം നമുക്കിതിലേക്ക് മീനെടുത്തിടാം. മീനിട്ടിട്ട് കണ്ടോ, ഗ്രേവി കുറവാണ് മീനിന്. അപ്പോൾ നമ്മളിത് വെന്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും മീനൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരും. വറ്റിച്ച മീൻ കഴിക്കാൻ ഇഷ്ടമുണ്ടോ? വറ്റിച്ച് വെച്ച മീനും ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ, അതോ ഗ്രേവി ഉള്ളത് കൂടെ കഴിക്കാൻ ഇഷ്ടമാണോ? വറ്റിച്ച മീൻ നല്ലതാണ്. വറ്റിക്കുമ്പോഴത്തേക്കും കൂടുതൽ അരപ്പ് മീനിൽ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീൻ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീൻ വേവിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ വേവിക്കുന്നുണ്ടിട്ടുണ്ട്. ഒരുപാട് സമയം നന്നായിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സമയം വേവിക്കണ്ട കേട്ടോ. മീനിൻ്റെ കണ്ണുണ്ടല്ലോ, കണ്ണ് പുറത്തേക്ക് ചാടും. ഈ കണ്ണുള്ള കണ്ണ് നമ്മൾ തലയൊക്കെ ഇടുന്നതാണെങ്കിൽ അതിൽ കണ്ണുണ്ടല്ലോ, കണ്ണിങ്ങനെ പുറത്തേക്ക് ചാടും. അതാണ് മീൻ വേകുന്നതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ മീൻ എന്തായാലും നല്ല തിളച്ച് വറ്റാറായ സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഒപ്പം കുറച്ച് കറിവേപ്പിലയും. അവസാനം അത് തീ കുറച്ച് വെച്ചിട്ടാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നല്ലൊരു മണം വരും. കറിവേപ്പില വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൊരിയുന്നൊരു മണം വരും. അപ്പോൾ മീൻ റെഡിയായി. അടുത്ത ഞാൻ കുറച്ച് നെത്തോലി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമാണ് ഞാനിടുന്നത്. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ മസാലയും കുരുമുളകും നമ്മൾ ചേർക്കും. പക്ഷേ നെത്തോലിക്ക് അതൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം മതി. കുഞ്ഞിനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിടുന്നത്. എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഇത് വെള്ള നെത്തോലിയാണ്. വെള്ള നെത്തോലി എന്ന് പറഞ്ഞാലും നെത്തോലി നമുക്കിവിടെ 2 തരത്തിൽ കിട്ടും. വെള്ള നെത്തോലിയും പിന്നെ ഒരു നീല നെത്തോലി എന്ന് പറയും. നീല നെത്തോലി എന്ന് പറഞ്ഞാൽ തലയുടെ താഴെ ഭാഗം, കഴുത്തിൻ്റെ ഭാഗം എന്ന് പറയും നമുക്ക്. അവിടെ കുറച്ച് ഡാർക്ക് കളറിൽ കാണും. ഇത് നല്ല വെളുത്ത കളറിലല്ലേ ഇരിക്കുന്നത്. മറ്റേ നെത്തോലിക്കാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളറിൽ കാണും.
ആ നൊത്തോലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായിരിക്കും ടേസ്റ്റ് കേട്ടോ. അതിലായിരിക്കും നന്നായിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോഴേ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് ആ നൊത്തോലിയിലാണ്. ഇതിലാണെങ്കിൽ അത്ര ടേസ്റ്റ് കാണത്തില്ല, കറി വയ്ക്കുമ്പോഴത്തേക്ക് അത്ര ടേസ്റ്റ് വരില്ല. അതുപോലെ തന്നെ വറുത്തെടുക്കുമ്പോഴേ ഈ നൊത്തോലി പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ള നൊത്തോലി കാഴ്ചയ്ക്ക് സുന്ദരനാണെന്നേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഗുണത്തിൽ മറ്റതാണ് കുറച്ചുകൂടി നല്ലത്. നീല നൊത്തോലിയാണ് നല്ലത്. ഇത് പെട്ടെന്ന് നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനപ്പോൾ ഈ മീൻ വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ടാലേ നല്ല ടേസ്റ്റാണ്, ഒരു മണവും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ മീൻ നന്നായിട്ട് വറുക്കട്ടെ. മീൻ എപ്പോഴും നമ്മൾ വറുക്കാനിടുമ്പോഴേ കുറച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇടണം കേട്ടോ. എണ്ണ ചൂടാവുന്നതിന് മുമ്പേ മീനിട്ട് കൊടുത്താലേ മീൻ പെട്ടെന്ന് മറിച്ചിടുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കും എന്ന്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു അടുക്കള ടിപ്സാണ്. നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ അമ്മയുടെ കയ്യിൽ നിന്നോ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അടുക്കള ടിപ്സാണ് ഇതൊക്കെ. നമ്മൾ ഓർത്ത് വയ്ക്കണേ. എപ്പോഴെങ്കിലും നമ്മൾ തനിയെ പാചകം ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും നമ്മുടെ നത്തോലി മീൻ നന്നായിട്ട് ഇങ്ങനെ തിളച്ച എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2 കുഞ്ഞു മീനുകളാണ്, ചാളയും നൊത്തോലിയും. എനിക്കാണെങ്കിൽ ചാളയും നൊത്തോലിയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ഇത് വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. വലിയ മീൻ ചൂര അതിലേക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാമല്ലോ. ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഇരിക്കേണ്ടി വരും. ഏതായാലും നമ്മുടെ നൊത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഇതൊക്കെയാണ്. തോരൻ, ക്യാരറ്റും ബീൻസും തോരനും രസവും പിന്നെ നമ്മുടെ പറ്റിച്ച സ്പെഷ്യൽ മീൻ കറിയും നൊത്തോലി വറുത്തതും. തോരനും രസമൊക്കെ രാവിലെ മോള് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. ഓക്കെ, ബൈ.